ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഒരു ഏത്തപ്പഴം കറി കാച്ചി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അതിനായി ഞാൻ 3 പഴുത്ത ഏത്തപ്പഴം, ചെറിയ സൈസ് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് തൊലിയെല്ലാം കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അതിനായി ക്രോസിന് ഞാൻ ഏത്തപ്പഴം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി നമുക്ക് ഏത്തയ്ക്ക വേവിക്കാനായി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ ഏത്തപ്പഴം വേവിച്ചെടുക്കുകയാണ്. 2ാം പാലും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഏത്തപ്പഴം എല്ലാം ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അവരവരുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തൊലി കളഞ്ഞ് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും ചേർത്ത് കൊടുക്കാം. വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് തൊലി കളഞ്ഞ് വെച്ചിരുന്നതാണ് കടല. അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കടലയും കൂടി ചേർത്ത് ഈ ഏത്തപ്പഴം കറി കാച്ചിയത് കഴിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി നന്നായിട്ട് ഇളക്കി നല്ലതുപോലെ കലക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഏത്തപ്പഴത്തിൻ്റെ കൂട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോകും. പിന്നെ ഈ കറി കാച്ചിയതിന് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1ാം പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കായും ചുക്കും നല്ല ജീരകമൊക്കെ ചേർക്കാൻ ഞാനിവിടെ ഏലക്കാപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 1ാം പാലും കൂടി ചേർത്തതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് നട്ട്സും കിസ്മിസും വറുത്ത് ചേർക്കാം. അതിനായി ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് രണ്ടും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് നമുക്ക് ഈ ഏത്തയ്ക്ക കറി കാച്ചിയതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ഇൻഷാ അല്ലാഹ്, അസ്സലാമു അലൈക്കും.